അനാഥങ്ങൾക്ക് ഒരു പൂജ വെക്കാറില്ല പതിവ്. എന്നാൽ വരുന്ന കണക്കുകളൊക്കെ എങ്ങോട്ടാ ചെലവഴിക്കാറുള്ളത്? പലർക്കും നേരത്തെ അതിന്റെ വ്യക്തമായ വിവരം ലഭിച്ചില്ല എങ്കിൽ കോഴിക്കോട് ജില്ലാ കളക്ടർ ടി.ഒ. സൂരജ് സാർ നേരത്തെ പറഞ്ഞൊരു കാര്യം, ആ പറഞ്ഞത് കോഴിക്കോട് പ്രമുഖ മലയാള പത്രങ്ങൾക്ക് തുറന്നെഴുതിയിട്ടുണ്ട്. ഈ മലയാള പത്രങ്ങൾ എന്താ എഴുതി വെച്ചിട്ടുള്ളത്? കാരന്തൂരിൽ മർക്കസിലേക്ക് വരുന്ന കാശ് എങ്ങോട്ടാ പോകുന്നത് എന്നതിന്റെ വ്യക്തമായ തെളിവാണത്. പക്ഷേ ഈ വാർത്ത വന്നപ്പോൾ നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവില്ല. പലരും വായിക്കാത്തതിന് കാരണം അപകട വാർത്തകൾ മാത്രം വായിക്കുന്ന ആളുകളുണ്ടാവും, രാഷ്ട്രീയ ന്യൂസുകൾ മാത്രം വായിക്കുന്ന ആളുകളുണ്ടാകും, അതല്ലെങ്കിൽ താല്പര്യമുള്ള മറ്റു ന്യൂസുകൾ വായിച്ചാലും എല്ലാവരും വായിക്കാത്ത ന്യൂസല്ലേ മലബാർ മഹോത്സവം കണക്കംഗീകരിച്ചു എന്നുള്ളത്. മലബാർ മഹോത്സവത്തിന് കണക്കംഗീകരിച്ച കോഴിക്കോട് നഗരത്തിൽ വർഷത്തിൽ ഒരു തവണ നടക്കുന്ന ഈ ഉത്സവം 4-5 സെന്റിമീറ്റർ മറച്ചിട്ട് 14-15 വയസ്സുള്ള പെൺകുട്ടികൾ വന്നിട്ട് അവിടെ നൃത്തം വെക്കുമ്പോ, മോഹിനിയാട്ടം നടത്തുമ്പോ, കുച്ചിപ്പുടി നടത്തുമ്പോ, സിനിമാറ്റിക് ഡാൻസ് കളിക്കുമ്പോ അതിനുവേണ്ടി ലക്ഷങ്ങളല്ലേ ചെലവഴിക്കുന്നത്. മലബാർ മഹോത്സവത്തിന്റെ സംഘാടക സമിതി ചെയർമാനാണ് ടി.ഒ. സൂരജ് സാറെ ഫോട്ടോ ആണ് ഈ കാണുന്നത്. തോട്ടത്തിൽ രവീന്ദ്രൻ സാറെ ഫോട്ടോ ആണ് ഈ കാണുന്നത്. അവർ നമ്മുടെ അളകാപുരി ഹോട്ടലിൽ വെച്ചിട്ട് സംഘാടക സമിതി അംഗങ്ങളുണ്ട്, പത്രക്കാരുണ്ട്, പൊതുജനങ്ങളുണ്ട്. അവരെ സാക്ഷിയാക്കിയിട്ട് പറയുന്നു 27,27,000 രൂപ ഈ മലബാർ മഹോത്സവത്തിന് ഞങ്ങൾ ചെലവഴിച്ചപ്പോൾ ആ ചെലവഴിച്ച കാശ് എവിടുന്നാണ് നിങ്ങൾ ചോദിക്കുന്നുവെങ്കിൽ 5 ലക്ഷത്തോളം രൂപ കേന്ദ്ര ടൂറിസം വകുപ്പ് തന്നതാണ്. ബാക്കി 20,69,000 രൂപ സംഭാവന വഴി ഞങ്ങൾക്ക് ലഭിച്ചതാ. എവിടുന്നാ ഇത്രയും വലിയ സംഭാവന ലഭിച്ചത് എന്ന ചോദ്യത്തിന് എന്താണ് കലക്ടർ ടി.ഒ. സൂരജ് സാറുടെ മറുപടി? അദ്ദേഹം പറയുന്നു, കനറ ബാങ്ക് 2 ലക്ഷം രൂപ തന്നിട്ടുണ്ട്, പഞ്ചാബ് ബാങ്ക് 1 ലക്ഷം രൂപ തന്നിട്ടുണ്ട്, ട്രാവൻകൂർ ബാങ്ക് 1 ലക്ഷം രൂപ തന്നിട്ടുണ്ട്, കാരന്തൂര് സുന്നി മർക്കസ് 1/2 ലക്ഷം രൂപ തന്നിട്ടുണ്ട്. ആരാ പറഞ്ഞത്? സൂരജ് സാറാണ് പറഞ്ഞത്. ജൂൺ 19, 2004 ജൂൺ 19 പത്രങ്ങൾ എഴുതിയിട്ടില്ലേ? എന്തേ നിഷേധിക്കാതെ പോയി? ഇവർ ഇല്ല എന്ന് വല്ല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ടോ? 1/2 ലക്ഷം രൂപ ഇവിടുന്ന് കൊടുത്തു. പാവപ്പെട്ട ആളുകളുടെ പേരിൽ, യതീമക്കളുടെ പേരിൽ, പെൺകുട്ടികളെ കെട്ടിച്ചയക്കാൻ ശരീഅത്ത് പറഞ്ഞ മുതല്ലിമീങ്ങളുടെ പേരിൽ, ഹിഫ്ളുൽ ഖുർആന്റെ പേരിൽ വരുന്ന കാശ്, യതീമക്കളുടെ പേരിലൊക്കെ വരുന്ന ഈ കാശ് കൊണ്ടുവന്ന് ഈ ജാതി തെമ്മാടിത്തരത്തിനായി ഇവരെ കൊടുക്കുന്നത് എന്നല്ലാതെ കാന്തപുരത്തിന്റെ മുമ്പിലേക്ക് വരുന്ന കാശുകള് ഒരിക്കലും തന്നെ അല്ലാഹുവിന്റെ ദീനെ വികൃതമാക്കാൻ വേണ്ടി ആരും കൊടുക്കുന്ന കാശല്ല. യതീമക്കൾക്ക് അല്പനേരത്തെ ഭക്ഷണം കൊടുത്തിട്ട് അതിന്റെ ബറക്കത്ത് കാരണം എന്റെ മരണപ്പെട്ട പിതാവിന്റെ പരലോകമെന്ന് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്ന് ആഗ്രഹിച്ച് ദുആ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ആളുകളാ. ഇങ്ങനെ കൊടുക്കുന്ന പാവപ്പെട്ട മുഅ്മിനീങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം പോലും മനസ്സിലാക്കാതെ തോന്നിവാസത്തിനെ കൊടുക്കുന്നത്. ഇത് കൊണ്ടാണ് ഞങ്ങൾ ഇവരെ കുറിച്ച് കള്ളന്മാരെന്ന് പറഞ്ഞത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധമായ ഖുർആനിൽ കള്ളന്മാരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആരാണോ ദീന് കളങ്കപ്പെടുത്തുന്ന ആള്, ദീനിനെ മോശം നടത്തുന്ന ആള്, ദീനിനെ കളവാക്കുന്ന ആള്, ആരാണ് പരിശുദ്ധ ദീനിലെ കള്ളന്മാര് എന്ന് ഇവിടെ ചില ആളുകൾ പറഞ്ഞു. ആരാ? നിസ്കാരം വേണ്ട എന്ന് പറയുന്ന ആളാ? നോമ്പ് വേണ്ട എന്ന് പറയുന്ന ആളാണോ? സക്കാത്ത് വേണ്ട എന്ന് പറയുന്ന ആളാണോ? അല്ലാഹു പറഞ്ഞത് ദീനിനെ കളവാക്കുന്നവൻ നീ കണ്ടോ? ആരാ കള്ളൻ? ആദ്യം യതീംഖാനെ കുറിച്ച് തന്നെ പറഞ്ഞു. യതീം മക്കളെ പേരിൽ പിരിവ് നടത്തിയിട്ട് ഈ ജാതി തോന്നിവാസം ചെയ്യുന്ന ഇവരല്ലാതെ ലോകത്താരാ ദീൻ പൊളിക്കുന്ന കള്ളന്മാര്? ഇവർ യതീം മക്കളെ പേരിൽ പിരിച്ചു കൊണ്ടുവന്നിട്ട് ഈ ജാതി തോന്നിവാസങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നതിന്റെ പേരിൽ വിദേശത്ത് പോയിട്ട് പാവപ്പെട്ട യതീം മക്കൾക്ക് വേണ്ടി പിരിവെടുത്ത നല്ലവരാകുന്ന ആളുകൾ, ദീനീ സ്ഥാപനങ്ങൾക്ക് വേണ്ടി കളക്ഷൻ നടത്തുന്ന ആളുകള്, അല്ലാഹുവിന്റെ ദീൻ നടത്താൻ വേണ്ടി, ഇവിടുത്തെ സമ്മേളനങ്ങൾ നടത്താൻ വേണ്ടി, പള്ളി നിർമ്മിക്കാൻ വേണ്ടി കാശ് ചോദിക്കുമ്പോ ഈ ജാതി വൃത്തികെട്ട ആളുകളുടെ ഈ വൃത്തികേട് കാരണം ഇവിടുത്തെ ദീനീ പ്രവർത്തനത്തിന് നിഷ്കളങ്കരാകുന്ന ആളുകൾ നൽകുന്ന കാശ് പോലും കിട്ടാത്ത ഒരു അവസ്ഥ വരും എന്നുള്ളത് കൊണ്ടാണ് സമസ്ത കേരള സക്കാഫീസ് അസോസിയേഷൻ പ്രമേയത്തിലൂടെ പറഞ്ഞത് ഈ ജാതി തോന്നിവാസം ചെയ്യുന്ന ആളുകള് സമൂഹത്തോട് മാപ്പ് പറഞ്ഞ് അള്ളാഹുവിന്റെ ദീനൊന്ന് സംരക്ഷിക്കാൻ വേണ്ടി ഈ സമൂഹത്തിന്റെ വഴിയിൽ നിന്നും മാറി നിന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റാണിയുടെ പാതയിലേക്കോ കാട്ടുകളൻ വീരപ്പന്റെ പാതയിലേക്കോ പോയിട്ട് ഔലിയാന്റെ പാതയിലൂടെ പോകുന്ന മഹാന്മാരാകുന്ന പണ്ഡിതന്മാർക്ക് സുഖമായി പ്രവർത്തിക്കാൻ അവസരം നൽകണമെന്ന് വെറുതെ ഞങ്ങൾ പറയേണ്ടി വന്നിട്ടുള്ളത്. സഹോദരങ്ങളെ, അപ്പൊ ഇതാണ് ചെയ്യുന്നത്. എന്ത്? ഇത്തരത്തില് പണം സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആവശ്യമായി മലബാർ കലോത്സവത്തിന് കുച്ചിപ്പുടി കളിക്കാന് 1/2 ലക്ഷം രൂപ സാധുക്കൾ വിരിച്ചു കൊടുത്തു. അല്ലേ?
സലാത്തിന്റെ നഗരങ്ങളിൽ എത്തുന്ന ആൾക്കാരോട് പറയണെന്താ, നിങ്ങൾ വഖഫ് ചെയ്യാൻ ഈ സ്ഥലേ ഏക്കർ കണക്കിന് സ്ഥലം തങ്ങന്മാര് ഒരാളുടെ പേരിൽ വാങ്ങിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് അവിടെ കൂടുന്ന ആളുകളോട് പറയാം നിങ്ങൾ വഖഫ് ചെയ്യണം, ഈ സ്ഥലം വഖഫ് ചെയ്യാൻ. എന്നിട്ട് ഏക്കർ കണക്കിന് സ്ഥലം വഖഫ് ചെയ്യുന്നവരുണ്ട്, 25 സെന്റ് വഖഫ് ചെയ്യുന്നവരുണ്ട്, ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട്. കാര്യം സ്വർഗത്തിന്റെ ഓരോ കഷ്ണാണ് എന്നുകൊണ്ട് ഓരോരുത്തരും വഖഫ് ചെയ്യുക. അങ്ങനെ 25ഉം ഒരേക്കറും ഒക്കെ വഖഫ് ചെയ്ത് ആ കാറ്റഗറിയിലുള്ള ആൾക്കാർ കഴിഞ്ഞാൽ പിന്നെ പറയും എങ്കിൽ ഒരു സെന്റ് വഖഫ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ അവരുണ്ടെങ്കിൽ വഖഫ് ചെയ്തോളൂ. അവസാനം 1 സെന്റിന്റെ ആൾക്കാരും കഴിഞ്ഞാൽ എങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന അത്രയും സ്ഥലം ഒന്ന് വഖഫ് ചെയ്യാൻ കഴിയുന്നുള്ളൂ, വഖഫ് ചെയ്തോ, 350 രൂപ ഉള്ളൂ. അങ്ങനെ അവസാനം അതും വഖഫ് ചെയ്യിക്കും. അവസാനം നോക്കുമ്പോ ആരുടെ ഈ വഖഫ് ചെയ്യണത്, ആരുടെ സ്ഥലാ ഇത്? അത് വല്ലോന്റെ സ്ഥലാ. പിന്നെ എങ്ങനെ വഖഫ് ചെയ്യല്? അതിന്റെ പൈസ വാങ്ങി, അതിന്റെ പൈസ വാങ്ങിയതെന്ന് വഖഫിന്റെ. അപ്പോ ഒരു സ്ഥലം തന്നെ ഒരാള് വഖഫിന്റെ പുറത്ത് വഖഫ്. കാര്യം ആദ്യം ഒരാള് 1 ഏക്കർ വഖഫ് ചെയ്ത്, വേറൊരാള് 1 ഏക്കർ വഖഫ് ചെയ്യും, 2 ഏക്കർ ആകെ ഉള്ളൂ. പിന്നെ 25 സെന്റ് വഖഫ് ചെയ്യണം. അപ്പൊ എന്തെടുക്കും? ഇതിന്റെ പുറത്തിട്ട് വഖഫ് ചെയ്യും. അവസാനം സെന്റുകൾ വാങ്ങുമ്പോഴും ആ സ്ഥലം തീർന്നു. അവസാനം നോക്കുമ്പോ അത്രയും സ്ഥലം കഷ്ണം, അത്രയും വഖഫ് ചെയ്യുന്ന ആൾക്കാർ എവിടെ പോയി വഖഫ് ചെയ്യും? അതിന്റെ പുറത്ത് കേട്ടോ. ഇങ്ങനെ പാവങ്ങളെ ഞെക്കിപ്പിഴിഞ്ഞിട്ട് ഓരോ തോന്നിവാസങ്ങൾ ആയിക്കോട്ടെ, അത് നമുക്ക് വിരോധമൊന്നുമില്ല. ഞാൻ പറഞ്ഞ നേരത്തെ ഹസൻ സക്കാഫി പറഞ്ഞതുപോലെ കാട്ടുകള്ളം വീരപ്പൻ ഇവിടെ ജീവിച്ചില്ലേ? കാട്ടുകള്ളം വീരപ്പൻ ജീവിച്ചില്ലേ? മര്യാദക്കല്ലല്ലോ. അയാൾ ജീവിച്ചോട്ടെ, അയാളും അയാളുടെ പരലോകും റബ്ബുമായി കൈകാര്യം ചെയ്തോട്ടെ, അല്ലേ? എന്നാ സഹോദരങ്ങളെ, ഇതാണോ ഇവർ ചെയ്തത്? ഈ സാധാരണക്കാരന്റെ പോക്കറ്റ് അടിക്കുക മാത്രമല്ല അവർ ചെയ്തത്. ഖുർആൻ പറഞ്ഞതുപോലെ ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വർ-റുഹ്ബാൻ ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. തീർച്ചയായും പണ്ഡിത പുരോഹിതന്മാരിൽ അധികം ആളുകളും ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ, ജനങ്ങളുടെ മുതൽ അന്യായമായി അവർ അപഹരിക്കുന്നു, ജനങ്ങളുടെ മുതൽ അവർ അന്യായമായി അപഹരിക്കുന്നു എന്ന് മാത്രമല്ല വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും ചെയ്യുന്നു. രണ്ടാമത്തെ പണി അതാ, ജനങ്ങളെ മുതൽ അപഹരിക്കുക മാത്രമല്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുന്ന പണി അത് രണ്ടാമത് നടത്തുന്നു. അല്ലേ? ഈ പേരിൽ ഹുബ്ബുർ റസൂലിന്റെ പേരിൽ, സലാത്ത് നഗറിന്റെ പേരിൽ ഒന്നിച്ചുകൂടി ആളുകള് ആ ആളുകളെ വിളിച്ചിരുത്തിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥന? എങ്ങനെയാ പ്രാർത്ഥന? വിശ്വാസികൾ പരിചയപ്പെട്ട പ്രാർത്ഥനയുണ്ട്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഖൈർ തരണേ തമ്പുരാനെ, അല്ലാഹുവേ നീ ബർക്കത്ത് തരണേ തമ്പുരാനെ, അല്ലാഹുവേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുത്തു തരണേ തമ്പുരാനെ. ഈ രൂപത്തിലുള്ള പ്രാർത്ഥന അതാണ് വിശ്വാസികൾ സ്വീകരിച്ച പ്രാർത്ഥന. എന്നാൽ ഹുബ്ബുലിന്റെ മറ പിടിച്ചുകൊണ്ട് സലാത്ത് ഹൽക്കകളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഫംഗ്ഷനുകളൊക്കെ വെച്ച് അവിടെ കാളെ കൂട്ടിയിട്ട് ഈ വ്യാജന്മാർ, ഈ വ്യാജവാദികൾ ദ്വാ ചെയ്യുക. എങ്ങനെയാ ദ്വാ ചെയ്യണ നോക്കൂ, ദ്വാ ചെയ്യണ പോലെ നിങ്ങൾ നോക്കൂ. അവിടുത്തെ പൊരുത്തം വേണം തങ്ങള്, നിങ്ങളെ ഹായിബാക്കല്ല തങ്ങള്, ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്, ഞങ്ങളെ കൈവടിയല്ല തങ്ങള്, അത്താണിയായ തങ്ങള്, ഞങ്ങളെ കൈവടിയല്ല തങ്ങള്, സാധുക്കളാണ് തങ്ങള്, ഞങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യേണ്ട തങ്ങള്, അവിടുത്തെ ശുപാർശ കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടും തങ്ങള്, ഞങ്ങൾ രക്ഷപ്പെടും തങ്ങള്, ഞങ്ങൾ രക്ഷപ്പെടും തങ്ങള്, മൊത്തം നിങ്ങൾ രക്ഷപ്പെടാൻ ആഗ്രഹമുള്ള തങ്ങള്, ഞങ്ങൾ ഉമ്മയായ തങ്ങള്, ഉപ്പയായ തങ്ങള്, താണിയായ തങ്ങള്, സാധുക്കളാണ് തങ്ങള്, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചവരാണ് തങ്ങള്, ഞങ്ങൾക്കത് വേണം 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 തങ്ങള്, വാങ്ങിത്തരണ തങ്ങള്, വാങ്ങിത്തരണ തങ്ങള്, അതിന്റെ പ്രതിഫലം വേണം തങ്ങള്, 1000 മാസവും വേണം തങ്ങള്, അതിനൊന്നും കുറയരുത് തങ്ങള്, ഞങ്ങൾക്ക് വേണം തങ്ങള്, സാധുക്കളാണ് തങ്ങള്, ദുഃഖിൽ നിന്ന് വന്നവരാണ് തങ്ങള്, ദൂരത്തുനിന്ന് വന്നവരാണ് തങ്ങള്, അമലുകളില്ല തങ്ങള്, കുറവാണ് തങ്ങള്, ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കണം തങ്ങള്, ഞങ്ങൾ അവിടെ നിന്ന് സഹായിക്കണം തങ്ങള്, നിങ്ങളോട് സ്നേഹമുള്ള തങ്ങള്, ഞങ്ങളെ കൈവടിയല്ല തങ്ങള്, സാധുക്കളാണ് തങ്ങള്, ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്, ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്, ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്, കത്താതെ തങ്ങളെ കണ്ണു വെച്ചു കൊടുത്ത തങ്ങള്, കത്താതെ തങ്ങളെ കണ്ണു വെച്ചു കൊടുത്ത തങ്ങള്, കയ്യിൽ നിന്ന് വെള്ളം കൊടുത്ത തങ്ങള്, പൂർണ്ണചന്ദ്രൻ 2 പളർപ്പാക്കിയ തങ്ങള്, സമയം കുറവാണ് നിങ്ങളെ, സമയം കുറവാ. അപ്പോ ഇതാണ് കോലം, പ്രാർത്ഥിക്കണ കോലാണ് അല്ലേ? ഈ രൂപത്തിലൊരു കോലത്തിന് പ്രാർത്ഥന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ നമ്മൾ കേൾപ്പിച്ചപ്പോ ഒരാൾ പറയാം അത് മുജാഹിദ് എല്ലാം കൂടെ കൂടി അഭിനയിച്ചാണ്. ഞാൻ വെറുതെ പറയില്ല, മുജാഹിദുകൾ കൂടി അഭിനയിച്ചാണ്. അപ്പൊ ഞാനും വിചാരിച്ചു പടച്ചോനെ ഇനി അങ്ങനെ ആരെങ്കിലും പറഞ്ഞു